നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവം പുതിയ തലത്തിലേക്ക്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഇടിമുറിയിൽ വിധികർത്താവിന് മർദ്ദനമേറ്റുവെന്നും വിധികർത്താവിന്റെ മാല മോഷ്ടിക്കപ്പെട്ടുവെന്നും ആക്ഷേപം. ആത്മഹത്യ ചെയ്ത വിധികർത്താവിന് കേരള യൂണിവേഴ്സിറ്റിയിലെ ഇടിമുറിയിൽ മർദ്ദനമേറ്റുവെന്നും അദ്ദേഹത്തിന്റെ മാല മോഷ്ടിക്കപ്പെട്ടുവെന്നും ആക്ഷേപം ഉയരുകയാണ്. കണ്ണൂർ താഴെചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ പൂത്തട്ട ഷാജി എന്ന പി.എൻ. ഷാജിയെയാണ് ബുധനാഴ്ച വൈകിട്ട് 6:30 വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ മകന്റെ മുഖത്ത് മർദ്ദനമേറ്റ പാടുണ്ടായിരുന്നു. എന്റെ കാല് പിടിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞു. ഷാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ മാല മടങ്ങിയെത്തിയപ്പോൾ കാണാനില്ലായിരുന്നുവെന്നും ഷാജിയുടെ അമ്മ പൂത്തട്ട ലളിത പറഞ്ഞു. SFI നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. ഷാജിയുടെ മരണം SFI നടത്തിയ കൊലപാതകമാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരനും ആരോപിച്ചു. കലോത്സവത്തിൽ മാർഗം കളിയിൽ തങ്ങൾ പറഞ്ഞ മത്സരാർത്ഥികൾക്ക് 1-2 സ്ഥാനങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് SFI നേതാക്കൾ ഷാജിയെ നേരിട്ടും ഫോണിലും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തതായാണ് ആരോപണം. അതേസമയം SFIയും CPMും ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ഷാജിയെ കുടുക്കിയതാണെന്നാരോപിച്ച് സഹോദരൻ അനിൽകുമാർ രംഗത്തെത്തി. അടുത്ത സുഹൃത്തുക്കളാണ് ഇതിനു പിന്നിലെന്ന് ഷാജി പറഞ്ഞതായി അനിൽ വ്യക്തമാക്കി. ഷാജി കോഴ വാങ്ങിയില്ലെന്നും നൃത്തം പരിശീലിപ്പിച്ചതിനുള്ള ഫീസ് വാങ്ങിയെടുക്കാൻ പോലും ശേഷിയില്ലാത്തയാളാണെന്നും ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി നയൻതാര മഹാദേവൻ പറഞ്ഞു. മാനസിക വിഷമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ താൻ നിരപരാധിയാണെന്നും പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെയെന്നും എഴുതിയിരുന്നു. SFIക്കാർ മർദ്ദിച്ചെന്ന് ഷാജിയും മറ്റുള്ളവരും മൊഴി നൽകിയിട്ടില്ലെന്ന് കന്റോൺമെന്റ് CI പറഞ്ഞു. മർദ്ദിച്ചെന്ന ആരോപണം SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് നിഷേധിച്ചു.